السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله ما بعد. പിശാചബാധയേറ്റവരുടെ ലക്ഷണങ്ങൾ അഥവാ ശൈത്താനിൻ്റെ ദുർബോധനം അല്ലെങ്കിൽ അവൻ്റെ ശല്യം, പിശാച് ശരീരത്തിൽ കടന്ന് ശല്യം ചെയ്യുന്നുണ്ട്, പിശാച് ബാധയേറ്റിട്ടുണ്ട്, അവൻ ആ വ്യക്തിയുടെ ശരീരത്തിൽ കടന്ന് ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അഥവാ ശൈത്താൻ കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഒന്നാമത്തെ ലക്ഷണം നിത്യമായ ഉറക്കമാണ്. ഒന്നിനും താല്പര്യമില്ല, ഒരേ ഒരു ഉറക്കം തന്നെ, രാത്രിയും പകലുമെല്ലാം ഉറങ്ങുന്നൊരു സ്വഭാവം, കൂടുതലായി ഉറങ്ങുന്നത്. തിന്നാനും കുടിക്കാനും ഒന്നും താല്പര്യമില്ല, ഭക്ഷണത്തിനോട് താല്പര്യമില്ല, ഒന്നും കുടിക്കാനും താല്പര്യമില്ല, ഒന്നിനും താല്പര്യമില്ല, വെറും ഉറക്ക് മാത്രമാണ്. അത് പിശാചബാധ ഏറ്റതിൻ്റെ ലക്ഷണങ്ങളായി പണ്ഡിതന്മാർ, അത് സംബന്ധിച്ച വിഷയങ്ങൾ അറിയുന്ന പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ അതൊക്കെ പിശാചബാധയാണ് എന്ന് മനസ്സിലാക്കണം എന്നല്ല പറയുന്നത്. പിശാചബാധ ഏറ്റാൽ അവരിൽ അത്തരം ആളുകളിലും ഈ ലക്ഷണങ്ങൾ കാണാം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത്, പിശാചബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ, പിശാച് ശരീരത്തിൽ പ്രവേശിച്ച് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വൃത്തി ഇഷ്ടപ്പെടില്ല. വൃത്തിയോടവർക്ക് വെറുപ്പായിരിക്കും. അവർ താമസിക്കുന്ന സ്ഥലം വൃത്തികേടാക്കും, ശരീരവും എല്ലാം വൃത്തികേടാക്കി വെക്കും. മൂന്നാമത്തെ ലക്ഷണം, കുളിക്കൂല. കുളിക്കാൻ വലിയ മടി, ദിവസവും കുളിക്കാൻ വലിയ മടിയായിരിക്കും. ഒന്നിരിക്കൽ അങ്ങനെ, അല്ലെങ്കിൽ ഓവർ കുളി, ദിവസത്തിൽ ഒരു വട്ടമൊന്നുമല്ല, 2, 3, 4, 5 വട്ടമൊക്കെ അങ്ങ് കുളിക്കുക. അതും പിശാചബാധയേറ്റതിൻ്റെ ലക്ഷണമാണ്. നാലാമത്തത്, തീരെ വെള്ളം ഇഷ്ടപ്പെടുകയില്ല. ശരീരത്തിൽ വെള്ളം തട്ടുന്നതിനോട് വലിയ വെറുപ്പ്. വെള്ളം വൃത്തിയാക്കാൻ വേണ്ടിയുള്ളതാണല്ലോ. കൈ കഴുകാനോ പല്ലു തേക്കാനോ വായിൽ വെള്ളം കുപ്പിളിക്കാനോ തുടങ്ങി ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെള്ളം തട്ടുന്നതിനോട് തീരെ ഇഷ്ടമില്ലാതെ വെറുപ്പ് തോന്നുന്ന ഒരു സ്വഭാവം കാണുന്നുണ്ടെങ്കിൽ അതും ശൈത്താൻ ശരീരത്തിൽ കൂടി ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്, ബാധയെത്തിയിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ്, ലക്ഷണമാണ്. അഞ്ചാമത്തത്, ഇരുട്ട് ഇഷ്ടപ്പെടും, വെളിച്ചം വെറുക്കും. അങ്ങനെയാണ് പിശാച്. വെളിച്ചത്തിനോട് വെറുപ്പാണ്, അവൻ ഇരുട്ടാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ പിശാചബാധ ഏറ്റവരും അങ്ങനെ തന്നെ ഇരുട്ടിൽ പോയി ഇരിക്കും. വെളി കാണുന്നത് അവർക്ക് ഇഷ്ടമല്ല, രാത്രിയാണെങ്കിൽ ലൈറ്റ് ഇടുന്നത് അവർക്ക് ഇഷ്ടമല്ല. പകൽ സമയത്തും മുറിയിലെല്ലാം കട്ടനൊക്കെ ഇട്ട് പന്താക്കി ഇരുളടഞ്ഞ റൂമിൽ പോയി ഇരിക്കുന്ന ഒരു ചിന്താഗതി, ഒരു സ്വഭാവം, ഇതും പിശാചബാധ ഏറ്റതിൻ്റെ ലക്ഷണമാണ്. അതുപോലെ മുടി മുറിക്കൂല, നഖം മുറിക്കൂല, അതിനോടൊന്നും വലിയ വെറുപ്പ്, മടി. നഖം മുറിക്കാൻ മടി, മുടി വെട്ടിക്കാൻ മടി, ഒക്കെ നീട്ടി അങ്ങ് വളർത്തുക.
അതുപോലെ മറ്റൊരു ലക്ഷണമാണ് കാരണമില്ലാതെ ഇങ്ങനെ കരയുക. കാര്യമായിട്ടൊരു കാരണവും ഉണ്ടാവില്ല. ശരീരത്തിൽ എന്തെങ്കിലും വേദനയോ മറ്റോ, അല്ലെങ്കിൽ കരയാൻ പറ്റിയ വേറെന്തെങ്കിലും ഒരു കാരണം, ഒന്നുമില്ലാതെ അകാരണമായി കരയുന്നത് കണ്ടാൽ അതൊരു ലക്ഷണമാണ്. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചിരിക്കുക, ഒരു കാരണം ഉണ്ടാവില്ല, ഇങ്ങനെ വെറുതെ നോക്കിയിട്ട് കടകടാ ചിരിക്കുന്നു. അത്തരം ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അതും പിശാച് ബാധയേറ്റതിൻ്റെ ലക്ഷണമാണ്. പിന്നൊന്ന് മറവിയാണ്, ഒന്നും ഓർമ്മയില്ല, അപ്പോൾ മറന്നു പോകുന്നു. പോയതും ഓർമ്മയില്ല, വന്നതും ഓർമ്മയില്ല, എടുത്തതും ഓർമ്മയില്ല, വെച്ചതും ഓർമ്മയില്ല, കൊടുത്തതും ഓർമ്മയില്ല, വാങ്ങിയതും ഓർമ്മയില്ല, കണ്ടതും ഓർമ്മയില്ല, കേട്ടതും ഓർമ്മയില്ല, അങ്ങനെ തുടങ്ങിയിട്ട് ഒന്നും ഓർമ്മയില്ല. ഈ നിലക്ക് ഓവർ മറവി, അതും അടയാളമാണ്. അതുപോലെ മറ്റൊരു അടയാളം ഭയം, കൂടുതൽ ഭയം, പേടി, എപ്പോഴും പേടി. വീട്ടിൻ്റെ അകത്തു നിന്നും പേടി, വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും പേടി, റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴും പേടി. എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി എപ്പോഴും ഉണ്ടാകുന്നു. ഇതും ഒരു ലക്ഷണമാണ്. അതുപോലെ സംശയം, പ്രവർത്തനങ്ങളിലൊക്കെ സംശയം, അത് ശരിയായോ ഇത് ശരിയായോ എന്നുള്ള സംശയങ്ങൾ. അതുപോലെ ആത്മഹത്യാ പ്രവണത, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തോന്നുക, ഇതും ലക്ഷണമാണ്. ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്നതായിട്ട് കാണാം. അല്ലാഹു നമുക്ക് കാത്തിരക്ഷിക്കട്ടെ, അവൻ്റെ ശല്യത്തെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു അവൻ്റെ കാവൽ നമുക്കും നമ്മുടെ കുടുംബത്തിനുമെല്ലാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.